Urcreation's Rekha's Kitchenലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നൊരു ഈസി എഗ് കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് നല്ല എളുപ്പമാണ്, എല്ലാവർക്കും വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ സാധാരണ ചെയ്യുന്ന എഗ് കറിയിൽ നിന്ന് കുറച്ച് വ്യത്യാസമായിട്ടാണ് ഞാനിന്ന് ചെയ്തേക്കുന്നത്. ഈ എഗ് കറി ഒരു വെറൈറ്റി എഗ് കറിയാണ്. ഇതിൽ ഞാൻ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നുണ്ട്, അത് ലാസ്റ്റാണ് ചേർക്കുന്നത്. അപ്പോൾ അതെന്താണെന്ന് വീഡിയോ മുഴുവനായിട്ട് കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. വീഡിയോ മുഴുവനായിട്ട് കണ്ട ശേഷം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ആ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണേ. കൂടാതെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന് എനേബിൾ ചെയ്ത് കൊടുത്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. നമുക്കിന്ന് വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് ഒരു എഗ്ഗ് കറി തയ്യാറാക്കുക എന്നുള്ളത് നോക്കാം. അപ്പം അതിനായിട്ട് വളരെ കുറച്ച് സാധനങ്ങൾ മാത്രമേ വേണ്ടൂ. ഇത് ഉണ്ടാക്കിയെടുക്കാൻ വളരെ പെട്ടെന്ന് തന്നെ പറ്റും. അപ്പം ഞാനിതിന് മുമ്പ് ഒരു എഗ്ഗ് കറിയുടെ ഒരു റെസിപ്പി ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് അതിൽ കുറച്ച് വ്യത്യാസമായിട്ടാണ് ചെയ്യണത്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് എഗ്ഗ് കറി തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർക്കുകയാണ്. ഇതിലേക്ക് 3 പച്ചമുളക് ചെറുതായിട്ട് നുറുക്കി വെച്ചതാണ്, അത് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ചതച്ചെടുത്തതാണ്, അത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2 വലിയ സവാള ചെറുതായിട്ട് നുറുക്കി വെച്ചതാണ്, അത് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. സവാള നന്നായിട്ട് ബ്രൗൺ കളർ ആവണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. സവാള നന്നായിട്ട് സോട്ടായിട്ട് കിട്ടിയിട്ടുണ്ട്, ഒരു ബ്രൗൺ കളർ ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ഞാനിവിടെ 2 തക്കാളി ഒന്ന് മിക്സിയിലിട്ട് അരച്ചെടുത്തതാണ്, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ തക്കാളി നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് നേരം നമുക്കൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചു കൊടുക്കാം. മൂടി വെച്ച് വേവിക്കുന്ന സമയത്ത് ലോ ഫ്ലെയിം ആക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കൂടാതെ ഇടയ്ക്കൊന്ന് തുറന്നു കൊടുത്ത് ഇളക്കി കൊടുക്കും വേണം. മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്കൊന്ന് മൂടി തുറന്നു നോക്കാം. തക്കാളി നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാനായിട്ട് തുടങ്ങാം. ഇതിലേക്ക് ഞാൻ കാശ്മീരി ചില്ലിയാണ് കേട്ടോ ചേർക്കുന്നത്, സാധാരണ മുളക് പൊടിയല്ല. 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടിയിട്ട് ഈ പൊടികളുടെ പച്ചമണം ഒന്ന് മാറി കിട്ടുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കാം. നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. ഈ സമയത്ത് ഫ്ലെയിം കുറച്ച് വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം, പൊടികളല്ലെങ്കിൽ കരിഞ്ഞു പോവും. ഇതിന് ഈ സവാള നന്നായിട്ടൊന്ന് ബ്രൗൺ കളർ ആവേണ്ട സമയമേ വേണ്ടൂ കേട്ടോ. ബാക്കിയുള്ളതൊക്കെ പെട്ടെന്ന് തന്നെ ആയി കിട്ടും. ഈ മുട്ടക്കറി നമ്മൾ ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും അതുപോലെ നെയ്ച്ചോറ് ഇതിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. നല്ല ടേസ്റ്റുള്ളൊരു മുട്ടക്കറിയാണ്. പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് തൈര് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ തൈര് മിക്സിയിലിട്ട് ഒന്ന് കറക്കിയെടുത്തതാണ്, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ തൈര് വീട്ടിലുണ്ടാക്കി തന്നെ വേണമെന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ. നമുക്ക് കടയിൽ നിന്ന് വാങ്ങിയതായാലും കുഴപ്പമില്ല. പക്ഷെ എന്തായാലും തീരെ പുളി ഉണ്ടാവാൻ പാടില്ല. പുളി ഉണ്ടെങ്കിൽ കറിക്കൊരു ടേസ്റ്റും ഉണ്ടാവില്ല. പിന്നെ നല്ല പുളിയുള്ള തൈരാണെങ്കിൽ ഒരു 1.5 ടേബിൾ സ്പൂൺ മാത്രം ചേർത്താൽ മതി. ഇവിടെ തീരെ പുളി ഇല്ലാത്ത തൈരാണ്, അതുകൊണ്ടാണ് 3 ടേബിൾ സ്പൂൺ ചേർത്തത്. ഇത് നന്നായിട്ട് മിക്സാക്കി എടുത്ത ശേഷം മെഷറിംഗ് കപ്പ് കൊണ്ട് 1 കപ്പ് വെള്ളം അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്.
ഇനി നമുക്ക് ഫ്ലെയിം ഹൈ ഫ്ലെയിമിലാക്കി വെക്കാം കേട്ടോ. ഫ്ലെയിം നന്നായിട്ട് കൂട്ടി വെച്ച് കൊടുക്കാം. ഈ സമയത്ത് ഉപ്പൊക്കെ ഇല്ലയെന്നൊന്ന് ചെക്ക് ചെയ്ത് കൊടുക്കണം. ഇനി ഇത് നന്നായിട്ട് ഈ കറി നന്നായിട്ടൊന്ന് തിളച്ചിട്ട് കുറുകി വരണം. അപ്പോൾ നന്നായിട്ട് തിളച്ച് കുറുകി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. കറി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. കണ്ടോ, നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റേജ് ആയിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കോഴിമുട്ട ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 5 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. 5 കോഴിമുട്ട എടുത്തിട്ട് പുഴുങ്ങി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് വരഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. 4 ഭാഗത്തും ഒന്ന് വരഞ്ഞെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ ഒന്ന് വരഞ്ഞെടുക്കണം. 4 ഭാഗം വരഞ്ഞെടുത്ത 5 കോഴിമുട്ടയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ മുകളിൽ മസാലയൊക്കെ ഒന്നിങ്ങനെ ചേർത്ത് കൊടുക്കാം കേട്ടോ. മുകളിലേക്ക് മസാലയൊക്കെ ഇട്ട് കൊടുക്കാം. മൂടി വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. മൂടി വെച്ച് വേവിക്കാൻ തുടങ്ങിയിട്ട് 5 മിനിറ്റ് ആയി. ഇനി നമുക്ക് തുറന്നു കൊടുക്കാം. കണ്ടോ, ഇതിൽ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. നന്നായിട്ട് കുറുകി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ കറിക്ക് നമ്മൾ സാധാരണ എഗ്ഗ് കറി തയ്യാറാക്കണേക്കാളും ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കണം കേട്ടോ. നമ്മൾ സാധാരണ മുട്ടക്കറി കഴിച്ചിട്ട് അതിൻ്റെ ഒരു ടേസ്റ്റിൽ നിന്ന് നല്ല വ്യത്യാസമാണ് ഇത് ചപ്പാത്തി, പത്തിരി, നൂൽപ്പിട്ട് അങ്ങനെ എല്ലാത്തിൻ്റെ ഒപ്പം കഴിക്കാൻ പറ്റും. നല്ല ടേസ്റ്റുള്ള കറിയാണ്. ഇപ്പം നമ്മൾ ഫ്ലെയിം ഓഫാക്കി കഴിഞ്ഞു. അതിനുശേഷം ഇതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയില വിതറി കൊടുക്കാം. നിങ്ങളെല്ലാവരും ഈ എഗ്ഗ് കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.